വിദേശകാര്യ വിദഗ്ധൻ ശ്രീ മോഹൻ വർഗീസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, നൊബേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും അധികം ചർച്ചയാകുന്നത് ട്രംപ് തന്നെയാണ്. നമുക്കറിയാം, ഈ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി US-ൽ നിന്ന് ഇറാനിലേക്ക് ബോംബർ വിമാനം അയച്ചു, ബോംബിടുന്നു, എന്നിട്ട് അവിടെ സമാധാനത്തിന് വേണ്ടി ശ്രമം നടത്തുന്നു, നൊബേലിന് വേണ്ടി അപേക്ഷിക്കുന്നു, പല രാജ്യത്തെയും രാജ്യതലവന്മാരെയും അതിനുവേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നു, ശുപാർശ ചെയ്യിപ്പിക്കുന്നു, പിഴത്തീരുവ ചുമത്തി ആശയ സംഘർഷം ഉണ്ടാക്കുന്നു. അതായത് പല രീതിയിൽ ഈ ശ്രമങ്ങളെല്ലാം നടത്തുമ്പോഴും പറയുന്നു താൻ 7ഓളം യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഒരാൾക്ക് ലോകം ഇല്ലെങ്കിൽ നൊബേൽ ലഭിക്കില്ലെന്ന് ലോകം കരുതിയിരുന്നില്ല. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇത് ഒരു തരത്തിലും ആ ചർച്ചകളെ ഒന്നും ബാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ട്രംപിന് എത്രത്തോളം ഒരു വിശ്വാസം, ഇല്ലെങ്കിൽ അത് ആവശ്യപ്പെടുന്നതിൽ ട്രംപിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? ഒപ്പം താങ്കൾ നൊബേലിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തെ ആളെക്കുറിച്ച് കൂടി പറയാം. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നൊബേൽ സമാധാന സമ്മാനം മറിയ കൊറീനോ മച്ചാഡോ ആ ലേഡിക്ക് സമ്മാനിച്ചിരിക്കുന്ന ആ സമ്മാനം യഥാർത്ഥത്തിൽ ഏറ്റവും അർഹിക്കുന്ന ഒരു പുരസ്കാരം തന്നെയാണ്. വെനിസ്വേലയുടെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറിച്ച, ഏകാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്കുള്ള വെനിസ്വേല എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിന്റെ പ്രയാണത്തിന് കാരണഭൂതയായ ഒരാൾ സിംഗുലർലി ഒരു വലിയ മാറ്റം കൊണ്ടുവരികയാണ്. ഹ്യൂഗോ ഷാവേസിന്റെയും നിക്കോള മഡൂറോയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഏകാധിപത്യ ഭരണകൂടം ഉണ്ടായിരുന്ന വെനിസ്വേലയിൽ ഒരു ജനാധിപത്യ ക്രമത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ മച്ചോഡോ വഹിച്ച പങ്ക് വളരെ നിസ്തുലമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെയും അതിന്റെ ഇപ്പോഴത്തെ നിരാസത്തെയും നമ്മൾ കാണേണ്ടത്. ഡൊണാൾഡ് ട്രംപ് സാധാരണഗതിയിൽ നൊബേൽ സമാധാന കമ്മിറ്റിക്ക് മുമ്പായി വലിയ അവകാശവാദങ്ങൾ അത് ട്രംപിനെ അനുകൂലിക്കുന്ന ആളാണെങ്കിൽ പോലും ട്രംപ് അവിടെ ഒരു ഫാക്ടർ ആയില്ല എന്നുള്ളതാണ്. ട്രംപ് ഒരു ഫാക്ടറേ ആയിരുന്നില്ല. ട്രംപ് പരിഗണിക്കപ്പെടാൻ സാധ്യത മുഖമായിരുന്നില്ല. കാരണം അദ്ദേഹം ഈ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ക്ലെയിം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ യുദ്ധങ്ങൾ തുടങ്ങി വെച്ച ആളാണ് ട്രംപ്. ഈ വ്യാപാര യുദ്ധം ഉൾപ്പെടെ കലുഷിതമായ ഒരു അന്തരീക്ഷം ലോകത്തെ ജനറേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നൊബേൽ സമ്മാനം കൊടുക്കുക? അത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കുക, ഇതൊരു ചോദ്യചിഹ്നമാണ്. അദ്ദേഹം അധികാരത്തിലെത്തിയ ഉടനെ തന്നെ നടത്തിയ പ്രഖ്യാപനങ്ങളിൽ WHO-ൽ നിന്നും, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറി. പാരീസ് പ്രോട്ടോകോളിൽ നിന്നും അമേരിക്ക പിന്മാറുന്ന കാഴ്ച കണ്ടു. ലോക വ്യവസ്ഥയെ ഒന്നും തന്നെ അംഗീകരിക്കാതെ ഒരു പിന്മാറ്റം നടത്തുന്ന ആ വ്യക്തിക്ക് എങ്ങനെയാണ് നൊബേൽ സമ്മാനം കൊടുക്കുക? അതൊരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി ഈ മച്ചാഡോയുടെ പേര് പരിഗണിക്കപ്പെടുമ്പോൾ അത് ഒരു കാവ്യനീതിയാണ് എന്ന് വേണമെങ്കിൽ കാണാവുന്നതാണ്. അല്ല, എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ താങ്കൾ വിലയിരുത്തുന്നത്? കാരണം ഒന്ന്, ഒരു കലഹപ്രിയയായ ആളല്ല മറിയ കൊറീനോ മച്ചാഡോ. ട്രംപ് ഒരു കലഹപ്രിയനാണോ സമാധാന പ്രേമിയാണോ എന്നതിനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒരു കൂട്ടം ആളുകൾ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ ആത്മാർത്ഥമായി കാണുന്നു. മറ്റൊരു കൂട്ടം ആളുകൾ യഥാർത്ഥത്തിൽ ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ട്രംപിന്റെ വ്യക്തിപരമായ മേന്മയ്ക്ക് വേണ്ടി ആളുകളിക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങൾ എന്ന നിലയിൽ ഇത് രണ്ടും കൂടി പരിഗണിച്ചു വരുമ്പോൾ ഒരു കോൺട്രവേഴ്ഷ്യൽ വ്യക്തിക്ക് അറ്റ് ഗൺ പോയിന്റ് കൊടുക്കുന്നത് പോലെയാവും ട്രംപിന് കൊടുത്താൽ. അതുകൊണ്ട് ഈ നൊബേൽ സമാധാന കമ്മിറ്റിയെ, നോർവീജിയൻ ആ കമ്മിറ്റിയെ സ്വാധീനിക്കാനൊന്നും പുറത്തു നിന്നുള്ള ശ്രമങ്ങൾക്ക് കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ സമാധാന പ്രഖ്യാപനം. അതുകൊണ്ട് ആരും പ്രതീക്ഷിച്ചിരുന്ന ഒരു പേരായിരിക്കില്ല. ഒരുപക്ഷെ 2-3 സംഘടനകളുടെ പേരുകൾ വന്നു. ഈ സുഡാനിലെ എമർജൻസി റെസ്പോൺസ് ടീം എന്ന ഏജൻസി, അതുപോലെ റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന അന്താരാഷ്ട്ര ഒരു ജേർണലിസ്റ്റിക് സമിതി, യൂണിസെഫ് പരിഗണിക്കപ്പെട്ടു. ഇതെല്ലാം തന്നെ പരിഗണിക്കപ്പെട്ടതായി അന്തിമ ലിസ്റ്റിൽ ഉണ്ടെന്നായി കരുതപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. അത് ഷെയർ ചെയ്യുന്ന ഒരു സമ്മാനമല്ല, ഒറ്റ വ്യക്തിയിലേക്ക് അത് വന്നിരിക്കുന്നു. അത് വനിതയാണ്. ഇത്രയും സംഘടനകൾ ഉണ്ടായിരുന്നു എന്നിടത്ത് കൂടിയാണ് എന്ത് അർഹതയാണ് ഒരാൾക്ക് ഈ ശ്രേഷ്ഠ പുരസ്കാരം ലഭിക്കാൻ വേണ്ടത് എന്നൊരു ചോദ്യവും ഇതിപ്പോ സ്വാഭാവികമായിട്ടും എല്ലാ നൊബേൽ സമാധാന നൊബേലിന് ശേഷവും ഒരു ചർച്ച അതുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. പക്ഷെ ഇത് വലിയ വിമർശനം കൂടി ഏൽക്കേണ്ടി വരുന്ന പ്രഖ്യാപനമായി പോയില്ലേ? വലിയ വിമർശനങ്ങൾ ഒന്നും ഏൽക്കാനുള്ള സാധ്യതയില്ല. അത് ട്രംപിന് സമാധാന നൊബേൽ സമ്മാനം ലഭിക്കുമെന്ന പ്രതീക്ഷ വന്നതുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ ആ ട്രംപിനുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അത് അസ്ഥാനത്തായിരുന്നു ആദ്യം മുതൽ തന്നെ. ഒന്ന്, നോമിനേഷൻ ലഭിക്കേണ്ട സമയം ആകുമ്പോൾ അത് നോമിനേഷൻ കിട്ടിയിട്ടില്ല. പാകിസ്ഥാന്റെ ജനറൽ അസീം മുനീറും പിന്നെ അതുപോലെ മറ്റേ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും എല്ലാം തന്നെ നാമനിർദ്ദേശം പ്രതീക്ഷ ഉണ്ടായിരുന്നു ലോകത്തിന് എന്നുള്ളതാണ്. ട്രംപിന് തന്നെ ഈ കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും വെള്ളം കോരി നിൽക്കുന്ന ഒരു രീതിയായിരുന്നില്ലേ?
ഒരു മാധ്യമ ഹൈപ്പിന് ഉപരിയായ ഒന്നും തന്നെ അതിന് കാണേണ്ടതില്ല. ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് 4 മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തന്നെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമയ്ക്ക് സമാധാന നൊബേൽ സമ്മാനം ലഭിച്ചതിന്റെ അനൗചിത്യത്തെക്കുറിച്ച് ട്രംപ് പല പ്രാവശ്യം പറയുകയും ചെയ്തു. ഇതൊക്കെ നൊബേൽ സമാധാന കമ്മിറ്റി തീർച്ചയായും അത് പരിഗണിക്കും. തങ്ങളുടെ മുൻഗാമികൾ ചെയ്ത കാര്യങ്ങളെ തിരസ്കരിക്കുന്ന ഒരുവന് സമാധാന സമ്മാനം കൊടുക്കാൻ അർഹനാണോ? ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. വുഡ്രോ വിൽസനും അതുപോലെ തിയഡോർ റൂസ്വെൽറ്റിനും ഒക്കെ ലഭിച്ച ഒരു നൊബേൽ സമ്മാനം അതിനുള്ള വലിപ്പം ഡൊണാൾഡ് ട്രംപിനുണ്ട് എന്ന് സമാധാന കമ്മിറ്റി കരുതിയില്ല എന്നതാണ് വാസ്തവം. ശരി, നന്ദി ശ്രീ മോഹൻ വർഗീസ് പ്രതികരിച്ചതിന്. BK സുഹൈൽ വീണ്ടും ചേരുന്നുണ്ട്. സുഹൈൽ, ഇവിടെ പാകിസ്ഥാനും ഇസ്രായേലും ശുപാർശ ചെയ്തു പറ്റിച്ചല്ലേ?